നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ. കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. മഹാരാജാസ് കോളേജിൽ വളരെയേറെ വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിയത്. പ്രശസ്തനായ പ്രാസംഗികനാണ്, എഴുത്തുകാരൻ, തത്വചിന്തകൻ എന്ന നിലയിലെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം പരിചിതനാണ്. അദ്ദേഹത്തെ ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ സമകാലീനമായ ഒരു അന്തരീക്ഷത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് പ്രശസ്ത എഴുത്തുകാരനായ സക്കറിയയ്ക്ക് നേരെയുണ്ടായ ആക്രമണം. ഇടതുപക്ഷത്തിന്റെ അസഹിഷ്ണുതാ മനോഭാവത്തിനെതിരെ പ്രസംഗിച്ചു എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുന്നത്. അങ്ങ് ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപേ ഇടതുപക്ഷത്തിന്റെ അസഹിഷ്ണുതാ മനോഭാവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അന്ന് ഇത് പറയുവാൻ അങ്ങേക്കുണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു? ഇത് ജനാധിപത്യത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന സങ്കല്പം എന്താണെന്ന് വെച്ചാൽ വിയോജിക്കാനുള്ള മനുഷ്യാവകാശമാണ് ജനാധിപത്യം. ആരോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തോടും അധികാരത്തോടും എന്ന് തന്നെയാണ് ഉത്തരം. ആരാണോ ഭൂരിപക്ഷം, ആരാണോ അധികാരം, അവരോടൊക്കെ വിയോജിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശം സംരക്ഷിക്കപ്പെടുക എന്നതാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം. ഈ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളവർക്കെല്ലാം അതുകൊണ്ട് തന്നെ ഈ വിരുദ്ധാഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ, വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ ഇതിനെ സഹിക്കേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നാകുന്നതില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനോട് സഹിഷ്ണുത കാണിക്കാനുള്ള ബാധ്യത ജനാധിപത്യത്തിന്റെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷേ കമ്മ്യൂണിസം ഒരു സിദ്ധാന്തം എന്ന നിലക്ക് തന്നെ അത്തരം ഒരു ജനാധിപത്യ സങ്കല്പം ഷെയർ ചെയ്യുന്നില്ല. എവിടെയെല്ലാം കമ്മ്യൂണിസം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം നാം കണ്ടിട്ടുള്ളത് അത് ഏകാധിപത്യത്തിലേക്കോ സമഗ്രാധിപത്യത്തിലേക്കോ സൈന്യാധിപത്യത്തിലേക്കോ എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് വിരുദ്ധാഭിപ്രായം പറയുന്നവര് എന്ന് തോന്നുന്നവരെ എന്നും പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കമ്മ്യൂണിസത്തിന്റെ ഒരു സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ളൊരു ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. അത് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമാണ്. ഇവരോട് വിയോജിക്കുന്ന, ഇവരെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷങ്ങളോട് വിയോജിക്കുന്നവര് വകവരുത്തുക എന്ന ശീലമനുസരിച്ച് അവരെ തേജോവധം ചെയ്യുക, അവർക്കെതിരെ സ്ത്രീപീഡന കേസ് ഉണ്ടാക്കുക, അവരെങ്ങനെയും അവരെ തേജോവധം ചെയ്യാനുള്ള ശ്രമം നടക്കും. ഇത് ഞാൻ സർവകലാശാലയിൽ ഇരിക്കുന്ന കാലത്തും അതിനു മുൻപും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിസം ഒരു സിദ്ധാന്തം എന്ന നിലക്ക് തന്നെ അതിനോട് വിയോജിപ്പുള്ള ഒരാൾ എന്ന നിലക്ക് ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശ്രീ സക്കറിയയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ആ അവകാശവാദത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട്. അദ്ദേഹം സംഘപരിവാറിനോട് ഒത്തുതീർപ്പില്ലാത്ത വിമർശനം നടത്തുന്ന ഒരാളാണ്. ഒരിക്കലും ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തെയും ആ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതൊക്കെ നടന്നപ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇടതുപക്ഷത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം അവരുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ അസഹിഷ്ണുതയുള്ളവരാണ്. അപ്പൊ അവരൊന്ന് ചോദിക്കട്ടെ, CPM-ന് സാറിനോട് എതിർപ്പുള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിരോധം അവർക്ക് സാറിനോട്? അല്ല, അവർക്ക് എന്നോട് സ്നേഹം തോന്നണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ല. കാരണം ആദ്യമേ തന്നെ എനിക്ക് എന്റെ പ്രശ്നം അച്യുതാനന്ദനോ പിണറായി വിജയനോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ EMS-ഓ SA ഡാങ്കിയോ എന്നുള്ളതല്ല. എന്റെ പ്രശ്നം കമ്മ്യൂണിസം എന്ന സിദ്ധാന്തം തന്നെ അത് മനുഷ്യത്വഹീനമാണ്. അതിൽ മാനവികതയില്ല, അതിൽ ഹിംസയാണുള്ളത്, അഹിംസയില്ല. അത് യുക്തിഭദ്രമല്ല. ധാർമ്മികമായിട്ട് യാതൊരു സിദ്ധാന്തവും അത് പറയുന്നില്ല. അതിൻ്റെ തത്വശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം യക്ഷിക്കഥ പോലെ, അതുപോലെ അയുക്തികമായിട്ടുള്ളൊരു സാധനമാണ്. ഇതാണ് ഈ കമ്മ്യൂണിസം എന്ന സിദ്ധാന്തത്തെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായമുള്ള ഒരാളോട് അവർക്ക് സാഹിത്യത കാണിക്കാൻ പ്രയാസമാണ്. അപ്പൊ അവരെന്നെ എതിർക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇതൊക്കെ പഠിച്ചു തുടങ്ങിയ കാലം തുടങ്ങിയ തന്നെ ഞാനിത് അനുഭവിച്ചു വരുന്ന ഒരാളാണ്. അപ്പൊ അവർ ഇക്കാലത്തെ യാതൊരു അത്ഭുതമില്ല. അവരെതിർക്കുന്നു എന്നുള്ള വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അവർ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തല്ല ജീവിക്കുന്നത്, നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണ് ഇവിടെ. ഇന്ത്യക്ക് അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. ദൈവനിഷേധവും ഈശ്വര ആരാധനയും ഒരുപോലെ കുറ്റകരമല്ലാത്തൊരു പ്രദേശമാണ്.
ഈശ്വരാരാധനയെ കുറിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി അനുസരിച്ചിട്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് ഇടതുപക്ഷ ചിന്താഗതി കമ്മ്യൂണിസം പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ അവര് ബിഷപ്പുമാര്, മുസ്ലിം മൗലവിമാര്, ഇവരുടെ എല്ലാം സഹായത്തിന് വേണ്ടിയിട്ട് വോട്ടിന്റെ സമയത്ത്, ഇലക്ഷന്റെ സമയത്തൊക്കെ ഇവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിലൊരു വൈരുദ്ധ്യം തോന്നുന്നില്ല? കളവാണ്, വൈരുദ്ധ്യം എന്നല്ല, കളവാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നതാണ് മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വശാസ്ത്രം. അത് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യ ജീവന്റെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ദ്രവ്യമാണ്, മാറ്റർ. എന്താ മാറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതായിരിക്കണം. ശാസ്ത്രത്തിന്റെ സവിശേഷതകൾ അനുസരിച്ചിട്ട് അതിനെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് അറിയാൻ കഴിയുന്നതും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതുമായ ദ്രവ്യത്താലാണ് ഈ പ്രപഞ്ചവും ജീവനും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ് ആത്യന്തിക സത്ത. അതിൽ ദൈവത്തിന് സ്ഥാനമില്ല. ഈ ദ്രവ്യത്തിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷം കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതിനെയാണ് ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ അന്തർലീനമാണ്. അപ്പോൾ അത് ദ്രവ്യം ഡൈനാമിക് ആണ് എന്ന് പറയാം. കാരണം അതിൽ ശക്തി അന്തർലീനമായതുകൊണ്ട് ആ ശക്തിയുടെ പ്രവർത്തനമാണ് തീസിസ് ആന്റിതീസിസ് എന്ന നിലക്ക് വരുന്നത്. ഇതിലെങ്ങും ദൈവത്തിന് സ്ഥാനമില്ല. ഈ സിദ്ധാന്തത്തെ മനുഷ്യ സമുദായത്തിന്റെ വളർച്ചയെയും അതിന്റെ വികാസത്തെയും വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയും. ഇത് ചരിത്രത്തെ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി, ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഈ സിദ്ധാന്തം നമ്മൾ ഉപയോഗിക്കുന്നു. അത് പ്രകാരം രണ്ട് വർഗങ്ങളാണ് സമൂഹത്തിലുള്ളത്. ഒന്ന് ഉള്ളവനും വേറൊന്നില്ലാത്തവനും. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അധികാരവും പണവും സമ്പത്തും പദവിയും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന വിഭാഗമാണ്. ആ കൈയടക്കി വെച്ചിരിക്കുന്ന വിഭാഗം അത് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനങ്ങളിൽ ഒന്നാണ് മതം. അപ്പൊ മതം, ദൈവം, സ്വർഗം, നരകം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സംഗതികളുണ്ട് മതവുമായിട്ട്. ഇതെല്ലാം സമ്പന്ന വർഗം അവരുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ എന്തിനിത് ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം ഇതാണ്. തൊഴിലാളി വർഗത്തിന് ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് മതവും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നും ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന നിലക്ക് മത്തായി ചാക്കോ മാമോദീസം മുങ്ങിയിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് ശരിയാണ്. അവരുടെ കാഴ്ചപ്പാട് അതാണ്. അത് അങ്ങനെ ആകാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ വാചകം ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് സ്റ്റേറ്റ് ആൻഡ് സോൾ ഓഫ് ദ സോൾലെസ് സൊസൈറ്റി ആൻഡ് ഓപിയം ഓഫ് ദ പീപ്പിൾ എന്നാണ് ആ വാചകം മുഴുവൻ. എന്തുകൊണ്ടാണ് ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് സ്റ്റേറ്റ് എന്ന് പറയാൻ കാരണം? യഥാർത്ഥത്തിൽ ഈ ഹൃദയശൂന്യമായ ഒരു രാഷ്ട്രവ്യവഹാരമാണ്. ആ ഹൃദയശൂന്യമായ രാഷ്ട്രവ്യവഹാരത്തിന്റെ പീഡനം സഹിക്കവയ്യാതെ മനുഷ്യൻ ആശ്വാസം തേടുന്നത് മതത്തിലൂടെയാണ്. പിന്നെ സോളം ആത്മാവില്ലാത്ത സമൂഹത്തിന്റെ പീഡനം സഹിക്കവയ്യാതെ മനുഷ്യൻ ആശ്വാസം തേടുന്നത് മതത്തിലൂടെയാണ്. പക്ഷെ അത് ഒപ്പിയം പോലെ അപകടകരമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മയക്കുമരുന്ന് ഒരിക്കലും നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം തരില്ല, കൃത്രിമമായിട്ടുള്ളതാണ് തരുന്നത്. ആ കൃത്രിമ സ്വാതന്ത്ര്യം തരുന്ന മതത്തെ നിരാകരിക്കണം എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. പിന്നെ മറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് മതവിശ്വാസിയാകാൻ കഴിയില്ല, ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാനും പറ്റില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മനുഷ്യ പ്രയത്നം കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളെ മാറ്റി മറിക്കാമെന്നാണ് മാർക്സിസം പറയുന്നത്. പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്നാണ് മതം പറയുന്നത്. അപ്പൊ അവർക്കൊന്നും യോജിക്കാൻ സാധ്യമല്ല. പിന്നെ ഈ യോജിപ്പുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതിന് ശുദ്ധ കളവാണ്. വൈരുദ്ധ്യം മാത്രമല്ല, അത് കളവ് കൂടിയാണ്. ആ കളവ് എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടണം എന്നുള്ളതാണ്. അതെന്തും ചെയ്യും, അതിനപ്പുറത്തേക്കൊന്നും. സർ, അരുൺ ഷൂറിയുടെ ഒരു പുസ്തകം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റില് കമ്മ്യൂണിസ്റ്റുകാര് അതിൽ ബിട്രയലാണ്, അവരുടെ ഒരു ചതിയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അരുൺ ഷൂറിയുടെ ബുക്കിൽ പരാമർശിച്ചിട്ടുള്ളത്. സാർ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന് എന്തുകൊണ്ടാണ് ആ ഒരു ബുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം? അത് സാറിന് അത്ര താല്പര്യം തോന്നി ആ ബുക്കിനോട്? അല്ല, അത് അങ്ങനെയല്ല. അത് താല്പര്യം തോന്നിയത് എന്തും തർജ്ജമ ചെയ്യും. ഞാൻ കുറെ കാലം പത്രപ്രവർത്തനായി, മലയാള പത്രപ്രവർത്തനം.
അപ്പം ഈ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ അന്നത്തെ ഒരു പത്രപ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ UNA-യും PTA-യും ഒക്കെ ഇംഗ്ലീഷിൽ തരുന്ന കാര്യങ്ങൾ മലയാളത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ് അന്ന് ചെയ്തിരുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടിയാലും ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇപ്പം കാമുകി എഴുതുന്ന ഒരു കത്ത് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അതും ട്രാൻസ്ലേറ്റ് ചെയ്യും. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നത് ഒരു ശീലത്തിലേക്ക് നമ്മൾ എത്തിപ്പോകും. അപ്പോൾ ഞാൻ ഒരുപാട് ഭേദപ്പെട്ട രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ സ്നേഹിതനായ ഒരു പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ ഇത് താണെന്നിട്ട് തർജ്ജമ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയും പിന്നെ അരുൺ ഷൂരി, ഞാൻ പത്രപ്രവർത്തകനായിരുന്ന കാലത്ത് അരുൺ ഷൂരി പത്രപ്രവർത്തകർക്ക് ഒരു വലിയൊരു ഹീറോയായി. കാരണം അത്രയേറെ അന്ന് വരെ നമ്മൾ കാണാതിരുന്ന രീതിയിലുള്ള ഒരു പത്രപ്രവർത്തന സംസ്കാരം കൊണ്ടുവന്ന ഒരാളാണ്. അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് മുഴുവൻ നോക്കി ആ ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് ഇവരുടെ സിദ്ധാന്തങ്ങൾ ശരിയല്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു പ്രോസിക്യൂഷൻ ലോയറെ പോലെയാണ്. അതെനിക്കിഷ്ടമായിരുന്നു എൻ്റെ എഴുത്ത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അത് മാത്രവുമല്ല, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായത് ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതെന്നാണ് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലുള്ള ഒരു പ്രസ്ഥാനത്തെ വിട്ടുകൊടുത്ത ഒരു പ്രസ്ഥാനം രാജ്യദ്രോഹം ചെയ്തവരാണ് എന്ന് പറയാൻ എനിക്ക് അല്പം പോലും നാട്ടുകാർ ജനം അറിയണ്ടേ. പത്രപ്രവർത്തനം ജനങ്ങളെ അറിയിക്കുന്ന വഴിയാണല്ലോ. അപ്പൊ ഒരു പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതാണ് അത്. അതെനിക്ക് ഇടതുപക്ഷത്ത് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി തന്ന ഒരു സംഗതിയാണ്. ആ ശത്രുതയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. സാറ് പത്രപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സാറിന് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണോ, അതിനുശേഷം അധ്യാപകനായിരുന്നു, അധ്യാപകൻ എന്നുള്ള 2 ജോലികൾ ചെയ്തു സാറ്? ഏത് ജോലിയിലാണ് സാറിന് കൂടുതൽ സംതൃപ്തി? അല്ല, അങ്ങനെയല്ല. അതിനകത്തൊരു സംഗതിയുള്ളത്, പത്രപ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് വലിയൊരു കാര്യം, ഒരു എഴുത്തുകാരനാകുന്നതിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള പത്രപ്രവർത്തനമാണ്. എന്താ വെച്ചാൽ പത്രത്തിൽ എഴുതുന്ന സമയത്ത് ഓരോ കാര്യത്തിലും ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് വ്യക്തമാകുന്നുണ്ടോ എന്ന കാര്യം നോക്കിക്കൊണ്ടിരിക്കും. അപ്പം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം, എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. ആദ്യത്തെ വാചകവും രണ്ടാമത്തെ വാചകവും തമ്മിലൊരു കാര്യകാരണ ബന്ധം വേണം. വലിയ വാചകങ്ങൾ ഉപയോഗിക്കരുത്. ചെറിയ വാചകങ്ങളിൽ കുറിച്ചുകൊള്ളുന്ന രീതിയിൽ എഴുതി ശീലിക്കണം എന്നൊരു ട്രെയിനിങ്, ഒരു പരിശീലനം എനിക്ക് കിട്ടിയത് പത്രപ്രവർത്തനത്തിൽ. ആ പത്രപ്രവർത്തനം സത്യത്തിൽ എൻ്റെ അധ്യാപനത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്ന ഒരു കാര്യം കുട്ടികൾക്ക് മനസ്സിലാകാതെ പോകരുത് എന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഈ പത്രപ്രവർത്തനം ആണ് സത്യത്തിൽ എന്നെ അധ്യാപകൻ എന്നതൊക്കെ സഹായിച്ചിട്ടുള്ളത്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഞാനൊരു അധ്യാപകനാണ് എന്നതാണ് എൻ്റെ ഒരു ധാരണ. ബാക്കിയൊക്കെ ഇങ്ങനെ വരാൻ പോവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ വൈസ് ചാൻസലറായി എന്നുള്ള അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നുവിട്ടൊരു സാധനമാണ്. എഴുത്തുകാരനായതും പ്രഭാഷകനായതും ഒക്കെ ഞാൻ അടിസ്ഥാനപരമായിട്ട് അധ്യാപകനാണ് എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷം കിട്ടുന്നു. അതാണ് ഇതിനകത്ത് എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം.